നമസ്കാരം. രാജ്യത്തെ 244 കേന്ദ്രങ്ങളിൽ മോക്ക് ഡ്രിൽ നടത്താൻ, സുരക്ഷാ മോക്ക് ഡ്രിൽ നടത്താൻ ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാനങ്ങളോട് മോക്ക് ഡ്രിൽ നടത്തണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ അല്ലെങ്കിൽ ചില അറിയിപ്പുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരുന്നു. പക്ഷേ എവിടെയൊക്കെയാണ് ഇത് നടത്തേണ്ടത്, ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഇത് നടത്തേണ്ടത് എന്നത് സംബന്ധിച്ച വ്യക്തമായ സൂചനകളില്ലായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ കൂടിയ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അടിയന്തര യോഗത്തിലാണ് ഇത് സംബന്ധിച്ച കൃത്യമായ ഉത്തരവ് അതിനുശേഷം പുറത്തിറങ്ങിയത്. അതായത് രാജ്യത്ത് മോക്ക് ഡ്രിൽ നടക്കാൻ ഇരിക്കുന്ന 244 ജില്ലകളുടെയും ലിസ്റ്റ് ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. ആ ലിസ്റ്റ് തത്വമയി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ കേരളത്തിലെ തിരുവനന്തപുരവും കൊച്ചിയുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതായത് ഈ മോക്ക് ഡ്രില്ലുകൾ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് ശക്തമായ സൈനിക തിരിച്ചടി നൽകുന്നതിൻ്റെ സൂചനയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ്. അതായത് 2016-ലും 2019-ലും ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരുന്നു. അതൊരു സർപ്രൈസ് എലമെൻറ്റോടു കൂടിയാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. അതായത് ഇത്തരമൊരു നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്ന ഒരു നീക്കം അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം നിലനിൽക്കുന്ന സമയത്താണ് ആദ്യത്തെ സർജിക്കൽ സ്ട്രൈക്ക് നടക്കുന്നത്. രണ്ടാമത്തെ സർജിക്കൽ സ്ട്രൈക്കും ഇന്ത്യ തിരിച്ചടിക്കുമെന്നുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതെവിടെയാണ്, എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള യാതൊരു സൂചനയും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സർജിക്കൽ സ്ട്രൈക്കുകളും വളരെ ചെറിയ ആക്രമണങ്ങളായിരുന്നു, താരതമ്യേന ചെറിയ ആക്രമണങ്ങളായിരുന്നു. അതിന് പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി നൽകിയാൽ അത് പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിവിപുലമായ ക്രമീകരണങ്ങളാണ് നടക്കുന്നത്. 11 ദിവസത്തിനും 12 ദിവസത്തിനും ശേഷമാണ് ആദ്യ 2 ഭീകരാക്രമണങ്ങളിൽ നമ്മൾ പ്രതികരിച്ചത് എങ്കിൽ ഇപ്പോഴിതാ ദിവസങ്ങൾ നിരവധി പിന്നിടുകയാണ്. അതായത് ഇന്ത്യ വലിയ മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇന്ത്യ തിരിച്ചടിക്കാൻ എത്രമാത്രം താമസിക്കുന്നുവോ അത്രമാത്രം ഗുരുതരമായിരിക്കും ഇന്ത്യയുടെ തിരിച്ചടി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില സൂചനകൾ. അതുകൊണ്ട് തന്നെ അതിവിപുലമായ ഒരു ഓൾ ഔട്ട് വാറിന് ഇറങ്ങുന്ന ഒരു രാജ്യം പോലെ അതിവിപുലമായ ഒരുക്കങ്ങൾ നടത്തുകയാണ്. ആ ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ മോക്ക് ഡ്രില്ല്. രാജ്യത്തിൻ്റെ മറ്റ് പല മേഖലകളിലും ആക്രമണങ്ങൾ ഉണ്ടായാൽ ആ ആക്രമണങ്ങളിൽ നിന്നും എങ്ങനെ പരമാവധി കാഷ്വാലിറ്റീസ് കുറയ്ക്കാം, എങ്ങനെ ജനങ്ങളെയും അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥികളെ പോലെയുള്ള സമൂഹത്തെയും എങ്ങനെ രക്ഷിക്കാം, ഈ സിവിൽ ഡിഫൻസ് സംവിധാനങ്ങളുടെ കാര്യക്ഷമത പരിശോധിക്കൽ, ഇതൊക്കെയാണ് ഈ മോക്ക് ഡ്രില്ലിൻ്റെ ലക്ഷ്യം. പെട്ടെന്ന് ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തേക്ക്, ഇപ്പോൾ കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ ഒക്കെ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ ലിസ്റ്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള അത്യാഹിതങ്ങൾ ഉണ്ടായാൽ അവിടെ പരമാവധി പൊതുജനങ്ങൾ, നമ്മുടെ പൗരന്മാർ എങ്ങനെ ആ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടും എന്നുള്ളതിനെക്കുറിച്ചുള്ള സംവിധാനങ്ങൾ പരിശോധിക്കുകയാണ് ഈ മോക്ക് ഡ്രില്ലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ആക്രമണ പരിധിയിൽ തിരുവനന്തപുരവും കൊച്ചിയും ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് തിരുവനന്തപുരത്തും കൊച്ചിയിലും അടക്കം രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ 244 കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ റെയ്ഡ് നടത്തുക. പാകിസ്ഥാന് അത്രമാത്രം വലിയൊരു തിരിച്ചടി, പാകിസ്ഥാന് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സൈനിക നടപടി നേരിടേണ്ടി വന്നേക്കാമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. പാകിസ്ഥാനെ കൊണ്ട് എന്തായാലും ഇത്ര വിപുലമായ തിരിച്ചടി നൽകാൻ കഴിയില്ല. പക്ഷേ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ സൈനിക നടപടി നടത്തിയാലാകും ഇത്തരത്തിലുള്ള വിപുലമായ മോക്ക് ഡ്രില്ല് കൊണ്ടുള്ള പ്രയോജനങ്ങളൊക്കെ ഉണ്ടാവുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാജ്യം 2016-ലും 2019-ലും നടത്തിയ മുന്നൊരുക്കങ്ങളല്ല ഇപ്പോൾ നടത്തുന്നത്. അത് പൊതുജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അതിൻ്റെ അർത്ഥം സർജിക്കൽ സ്ട്രൈക്ക് അല്ല. അത് നേരത്തെയും പലതവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇത്തവണ പാകിസ്ഥാന് ലഭിക്കുന്ന മറുപടി സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കില്ല, മറിച്ച് വലിയ ചില തിരിച്ചടികൾ ഇന്ത്യ പദ്ധതിയിടുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. രാജ്യത്തെ അതിപ്രധാനമായ ചില അണക്കെട്ടുകൾക്കും അതുപോലെ തന്നെ വൈദ്യുത ഉൽപാദന കേന്ദ്രങ്ങൾക്കുമെല്ലാം അതീവ സുരക്ഷ നൽകാൻ ഇപ്പോൾ സംസ്ഥാനങ്ങളോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം,
2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.